നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ദിവസങ്ങളോളം നീണ്ട പോരാട്ടത്തിന് ഒടുവിൽ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ CJPയുടെയും സമരം ഫലം കണ്ടിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് അംഗീകരിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന് പ്രതിഷേധക്കാർ നിലപാട് കടുപ്പിച്ചിരുന്നു. 50 ദിവസങ്ങളോളം പിന്നിട്ട സമരത്തിന് പിന്നാലെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജി സന്നദ്ധത അറിയിച്ചത്. എന്നാൽ വിദ്യാർത്ഥി സമരത്തെ പിന്തുണയ്ക്കാതിരുന്നവർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയയുടെ പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിന്റെ ഫലമായിട്ടാണ് ഓരോ ദിവസവും പേളി മാണിക്ക് എതിരെയുള്ള സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന നിരവധി കുറിപ്പുകളും പോസ്റ്റുകളും മീമുകളും. പേളിയെ പോലെ ഒരാളിൽ നിന്ന് മലയാളികൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതികരണമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭ സമയത്ത് വന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പേളിക്ക് എതിരെ തിരിഞ്ഞതും വിമർശിച്ചതും മാസീവായി അൺഫോളോ നടന്നതും. സീരിയൽ നടിയായ മറ്റൊരു പെണ്ണ് ജീവന് തുല്യം സ്നേഹിച്ച ഒരാളുടെ കൂടെ ലെവലേശം കുറ്റബോധമില്ലാതെ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങളൊക്കെ എന്താണ് പ്രതീക്ഷിച്ചത് എന്നാണ് പേളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ പ്രതികരിച്ചുകൊണ്ട് റഫീല നിസാർ അഹമ്മദ് എന്ന ഒരു ഫേസ്ബുക്ക് യൂസർ കുറിപ്പായി കുറിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. സീരിയൽ നടിയായ മറ്റൊരു പെണ്ണിനെ ജീവന തുല്യം സ്നേഹിച്ച ഒരാളുടെ കൂടെ ലെവലേശം കുറ്റബോധമില്ലാതെ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത്? ബിഗ് ബോസിലേക്ക് പോകുവാനുള്ള പർച്ചേസിംഗ് വരെ ഒന്നിച്ചു ചെയ്ത് എയർപോർട്ടിൽ കൊണ്ടുപോയാക്കിയ കാമുകിയെ മറന്നാണ് അന്ന് ബിഗ് ബോസിലെ പ്രണയപ്പനിയിൽ മുങ്ങിപ്പൊങ്ങിയത്. അതൊക്കെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എത്രമാത്രം വേദനിക്കുമെന്ന് പോലും ചിന്തിച്ചിരുന്നില്ല. അതിന്റെ ട്രോമയിൽ ആ പെൺകുട്ടി പുറം ലോകം പോലും കാണാതെ കഴിച്ചുകൂട്ടി. അവൾ ഇന്നും വിവാഹം കഴിക്കാതെ കഴിയുന്നുമുണ്ട്. അത് മാത്രമല്ല, രജിത് കുമാർ സഹ മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ച സംഭവത്തിൽ പേളി അന്ന് ഇട്ടത് കേൾക്കാൻ പോലും അറയ്ക്കുന്ന കടുത്ത സ്ത്രീവിരുദ്ധമായ പരാമർശമായിരുന്നു. അന്നേ തകർന്നതാണ് ഇവരുടെ വ്യക്തിത്വം. ഏതു നേരവും ക്യൂട്ട്നെസ് മെഴുകി നടക്കുന്ന അവളുടെ വായിൽ നിന്ന് ഇത്രയും സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ വന്നപ്പോൾ തന്നെ ആട്ടിൻതോലണിഞ്ഞ ചെന്നായാണെന്ന് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ്. സാമ്പത്തിക ബദ്ധതയെയും മക്കളെയും വിദേശത്ത് പഠിപ്പിക്കുവാനുള്ള ശേഷിയും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തും പറയാം എന്ന നിലപാടാണ് പലർക്കുമുള്ളത്. 3 വട്ടം പരീക്ഷാ പേപ്പർ ചോർച്ച നടന്നിട്ടും പണം വാങ്ങി പരീക്ഷകളെ അട്ടിമറിക്കുവാനായി നടന്നിട്ടും ഇതെല്ലാം കണ്ടെത്തിയിട്ടും പല കുട്ടികളും ആത്മഹത്യയിൽ അഭയം തേടിയിട്ടും പോലീസിന്റെ ആക്രമണത്തിൽ ഒരു പെൺകുട്ടി മരണമടഞ്ഞിട്ടും ഇപ്പോഴും ആ സമരത്തെ നേരം പോക്കായി കാണുന്നവർക്ക് മനസാക്ഷി എന്നൊന്ന് ഇല്ലെന്ന് തന്നെ അടിവരയിട്ട് പറയാം. സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്നവർക്ക് അല്ലേലും ഇതൊക്കെ കാണുമ്പോൾ തമാശയായി തന്നെ തോന്നിയേക്കാം എന്നുമായിരുന്നു കുറിപ്പ്. കേന്ദ്ര ഭരണകൂടത്തിന്റെ അനുകൂലിക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികളുടെ നഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കാതെ തരത്തിലുള്ള പേളിയുമാണ് ഈ പ്രതികരിച്ചത്. മലയാള സിനിമ താരരംഗത്ത് ചിലരെല്ലാം പേളിക്ക് എതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. CJPയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള 3ാം വട്ട ചർച്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജി പ്രഖ്യാപനം നടത്തിയത്. അതേസമയം കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ ഡൽഹിയിലെ സംഘർഷം അവസാനിപ്പിക്കുവാൻ അറിയാമെന്ന് നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റർ പങ്കുവച്ചാണ് NFDC ചെയർമാൻ കൂടിയായ കൃഷ്ണകുമാർ ഡൽഹിയിലെ നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. കൃഷ്ണകുമാറിന്റെ പോസ്റ്റ് വലിയ വിവാദമാവുകയും കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും കൃഷ്ണകുമാറിന് എതിരെ തിരിയുകയും ചെയ്തിരുന്നു. കൃഷ്ണകുമാർ മാത്രമല്ല, പേളി മാണിയും വിഷയത്തിൽ കേന്ദ്ര ഭരണകൂടത്തോട് ചായവുള്ള രീതിയിലായിരുന്നു പ്രതികരിച്ചിരുന്നത്. ഇപ്പോഴിതാ CJPയുടെയും വിദ്യാർത്ഥികളുടെയും പ്രക്ഷോഭം ഫലം കണ്ട സാഹചര്യത്തിൽ നടനും സലിംകുമാറിന്റെ മകനുമായ ചന്തു സലിംകുമാർ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് വൈറലായി മാറിയിരിക്കുന്നത്. കൃഷ്ണകുമാറിനും പേളി മാണിക്കും കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകുന്നത് പോലെയായിരുന്നു ചന്തുവിന്റെ വാക്കുകൾ. CJP പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് പിന്നാലെയാണ് തന്റെ അഭിപ്രായം വ്യക്തമാക്കി ചന്തു സലിംകുമാർ എത്തിയത്. കാശ്മീരിലെ കല്ലേറ് നിർത്തിയവർ ഡൽഹിയിൽ കല്ലേറ് നിർത്തിയാൻ വന്നിട്ട് തിരിച്ചു പോയെന്നാണ് കേട്ടു. ശരിയാണോ ഗൈസ് എന്നാണ് ചന്തു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി കുറിച്ചത്. കാവി നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് ചന്തു തന്റെ കുറിപ്പ് പങ്കുവച്ചത്. കാവി എന്റെ ഇഷ്ട നിറമാണെന്നും തമാശ രൂപേണ ചന്തു കുറിച്ചിട്ടുണ്ട്. അച്ഛനെ പോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളാണ് ചന്തുവും. പേളി മാണിക്കും കൃഷ്ണകുമാറിനും എതിരെ സെലിബ്രിറ്റീസിൽ അധികമാരും ഇതുപോലെ പ്രതികരിച്ചിട്ടില്ല. അതിനാൽ തന്നെ ചന്തുവിന്റെ സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ വൈറൽ
വാർത്തകളാണ് ഇപ്പോൾ. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എവിടെയും തൊടാതെ ബാലൻസ് ചെയ്താണ് പേളി പ്രതികരിച്ചത്. അതാണ് വിമർശനങ്ങൾക്ക് കാരണമായതും. ഇക്കാര്യത്തിൽ തന്നെ വിമർശിക്കുന്നവരെ പേളി സോഷ്യൽ മീഡിയയിൽ ഉടനടി ബ്ലോക്കും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പേളി മാണിക്ക് നേരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടതിൽ പ്രധാന പങ്ക് സംവിധായകൻ സിബി മലയിലിന്റെ മകൻ ജോയി മലയിലിനാണെന്ന് വിമർശനങ്ങളും വരുന്നുണ്ട്. തന്റെ ഈഗോ ഹർട്ടായതിന്റെ പേരിലാണ് ജോയി മലയിൽ പേളി മാണിയെ പറഞ്ഞത്. വളച്ചൊടിച്ച് വൈറലാകുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ഇങ്ങനെ: ഇതാണ് സിബി മലയിലിന്റെ മകൻ. സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് വിഷയത്തിൽ പേളി തന്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന്റെ ചിന്താഗതിയുമായി യോജിച്ചു പോകുന്നില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു 7 പേജ് എസ്സേ എഴുതി. അതിൽ വ്യക്തമായി പേളിയെ ഇല്ലിറ്ററേറ്റ്, സ്റ്റുപ്പിഡ് എന്ന് അദ്ദേഹം വിളിച്ച് പരാമർശിക്കുന്നുണ്ട്, വ്യക്തിഹത്യ ചെയ്യുന്നുമുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് കാണാവുന്നതാണ്. എന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു മാസ് ഡയലോഗ് കൂടെ: പേഴ്സണൽ ഒപ്പീനിയൻ പേഴ്സണൽ സ്പേസിൽ വേണം ഷെയർ ചെയ്യാൻ, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അല്ല എന്ന്. ഏത് പേളി അഭിപ്രായം പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണമത്രേ. ഇതിനല്ല മറുപടി എന്നോണം പേളി അദ്ദേഹത്തിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിച്ച് ഒരു മറുപടിയും കൊടുത്തിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഈഗോ ഹെർട്ടാക്കി. പേളി ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചത് മലയാള സിനിമയിലെ ഗേറ്റ് ഫിലിം മേക്കറായ ഇദ്ദേഹത്തിന്റെ അച്ഛനായ സിബി മലയിലിനെ ആണ് എന്ന് അദ്ദേഹം വരുത്തി തീർത്ത ഒരു എസ്സേയും അങ്ങോട്ടിട്ടു. ഇതോടെ സത്യമാണെന്ന് പോലും നോക്കാതെ പേളിയെ സിബി മലയിലിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പലർക്കും ഇതിനെ സൈബർ ആക്രമണം തുടങ്ങുകയായിരുന്നു. നിങ്ങൾക്ക് പേളിയുടെ അഭിപ്രായത്തോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷെ ഒരാളെ അങ്ങോട്ട് പോയി വ്യക്തിഹത്യ ചെയ്തിട്ട് ഇങ്ങോട്ട് കിട്ടുമ്പോൾ വിക്ടിം കാർഡ് ഇറക്കുന്നത് അദ്ദേഹത്തെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുക. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇട്ടത് ഇദ്ദേഹം ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നാട്ടുകാർ എല്ലാം വെറുമൊരു മണ്ടനാണ് എന്ന്. അദ്ദേഹം കാണിക്കുന്ന തറ ലെവൽ മാനിപ്പുലേഷൻ നാട്ടുകാർക്ക് മനസ്സിലാകില്ല എന്നൊക്കെ. ഇങ്ങനെയൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കുറിപ്പ് എന്നുമായിരുന്നു ഫേസ്ബുക്ക് യൂസർ കുറിച്ചത്.